രാവിലെ എണീറ്റ ഉടനെ പിന്നെ നന്നായി മസാജ് ചെയ്യും സ്കാൾപ്പ്. മുളപ്പിച്ച പയർ, i20 N-Line മേടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എല്ലാരും പറയില്ലേ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്ത്രീകള് തന്നെ സ്ത്രീകളെ നിങ്ങെന്താ അടുക്കള കയറാത്ത? ഞാൻ ഓൾറെഡി കുറച്ച് കുടിച്ചു. വലിയ അമ്പലല്ലേ? നോക്കി ഇറങ്ങണം. മാളുവിനിപ്പോ ഒരു ആന്ധ്രാപ്രദേശിലെത്തല്ലേ? ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനുണ്ട്, പിഗോ ഉണ്ട്, മീറ്റ് മിസ്റ്റർ പിഗോ, ആൻഡ് എൻ്റെ പ്രഗ്നൻസി പില്ലോ ഉണ്ട്. രാവിലെ ഈ സൈഡ് വേദനിച്ചിട്ട് എണീറ്റ്. കാരണം ഈ ഒറ്റ സൈഡ് നമ്മളിങ്ങനെ ചെരിഞ്ഞ് നടക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഞാനിങ്ങനെ മുന്നേയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ചിരിഞ്ഞ് കിടന്നിട്ടില്ല. എപ്പോഴും ഇങ്ങനെ കമിഴ്ന്ന് ഓടാൻ പോണ പോലെ ഇങ്ങനെ കിടക്കാറ്. അതൊന്നും ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിയതല്ലേ, രണ്ട് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഇടയ്ക്ക് കുറച്ച് കൈയൊക്കെ വേദനിച്ച് എനിക്ക്, പക്ഷെ അത് ഗ്രാജുവലി പോവും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തേസായിട്ടൻ അതിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല. ഇവിടെ കാലൊക്കെ ആട്ടി കിടക്കുന്നുണ്ട്, കണ്ട കാലാട്ടന്. അപ്പോൾ അത് പറഞ്ഞ് നിർത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ദിവസം കാണിച്ചു തരാം. ഓക്കെ, പ്രഗ്നൻസി പില്ലോ എനിക്ക് ശില്പേജ് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. ഇതൊക്കെ ഇദ്ദേഹം രാവിലെ ആയി കഴിഞ്ഞാൽ എൻ്റെ ഈ പില്ലോൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് പോകും. എന്നിട്ട് അവിടെ തല വെച്ച് കിടക്കും. ഇപ്പോൾ ബ്രഷിങ്, വെള്ളം കുടിക്കൽ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ പണി തേസായിട്ടും എണീക്കണ വരെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തേസായിട്ടിൻ്റെ പിന്നാലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോർച്ചോട്ട് നടക്കും. പണി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പണിയല്ല. എൻ്റെ തുണി അല്ലെങ്കിൽ തേസാൻ്റെ തുണി വാഷിംഗ് മെഷീനിലിടുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണി, ചെറിയ പണി. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളല്ലേ ഞാൻ പണിയൊന്നും ചെയ്യുന്നത് കാണാറേ ഇല്ല എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ കണ്ടോളൂ, ഞാൻ പണി ചെയ്യുന്നു, ചെറിയ പണിയുള്ളൂ കേട്ടോ. We have collected the clothes. There's a torrent got a light off here. Okay. Quick 30 ഇട്ട് കൊടുത്ത് ഗുഡ് മോർണിംഗ്. എന്താ സങ്കടപ്പെട്ടിരിക്കണ രാവിലെ തന്നെ? രാവിലെ എണീറ്റ ഉടനെ പിന്നെ നിങ്ങൾ എവിടൊക്കെയാണ് രാവിലെ റെഡി ആയിട്ടിരിക്കുന്നത്? ഞങ്ങളെ 7 മൈൽ പോണം. 7 മൈൽ. ഓക്കെ, എനിക്കും വരുന്നുണ്ട്, പക്ഷെ ഞാൻ കുളിച്ചിട്ടില്ല. കുളിച്ചതിന് ശേഷം പുറത്ത് പോകണം. മരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരണിക്കോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് മാവിക്ക് എന്തൊക്കെയോ പർച്ചേസ്. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരുമ്പി പറയാൻ. ഓക്കെ, അപ്പോഴേക്കും ഞാൻ പോയി കുളിക്കട്ടെ. ബൈ. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നൊന്നും എണ്ണ തേക്കാറില്ല കേട്ടോ. മനസ്സിൻ്റെ കയ്യിൽ എണ്ണ തേക്കും, നന്നായി മസാജ് ചെയ്യും സ്കാൾപ്പ്. തേച്ചിട്ട് നമുക്ക് ടൗണിൽ പോകണം. എനിക്ക് ത്രെഡ് ചെയ്യണം. ആൻറ്റി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് മേടിക്കണം. ഓക്കെ, ഹൃദയം തരുമോ കൂട്ടുകൂടുമോ? എൻ്റെ കുളി കഴിഞ്ഞു, ഇനി പോകണം. എൻ്റെ മുന്നേ മുടി ഉണങ്ങുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, നോക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയാവാം. ഞാനിപ്പോൾ അങ്ങനെ വളരെ ലിമിറ്റഡ് കാര്യങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട്.
പിന്നെ ലിപ് ബാം യൂസ് ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്ക് പക്ഷെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, പാർട്ട് ഓഫ് അവർ ലൈഫായി. അപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി മൈൽഡായിട്ടുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ ഞാനൊന്ന് ടച്ച് ചെയ്ത് കേട്ടോ. ത്രെഡ് ചെയ്യാൻ പോണ്ട്. ഞാൻ എന്തിനു ഈ കിടന്ന് ഐബ്രോ വരയ്ക്കണം? അത്ര മതി, ഒരു സമാധാനത്തിൽ. ഇനിയിപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വിശന്നുകൊണ്ട് ഞാൻ ആദ്യം ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് ഡീറ്റെയിൽസിലേക്ക് ഇന്ന് അധികം പോകുന്നില്ല. അമ്പലത്തിൽ പോകണോണ്ട് വെജാണ് കഴിക്കണത്. മുളപ്പിച്ച പയർ, ബീൻസും ക്യാരറ്റും ഉപ്പേരി, പുളിശ്ശേരി, അത്ര തൈര്. അമ്പനിക്ക് അങ്കള് വന്നിരുന്നുണ്ട് കഴിക്കാൻ. ടേസ്റ്റായിട്ടും വന്നിട്ടില്ല. ഞാൻ എടുത്ത ചോറ് ഇത്തിരി കൂടിപ്പോയി. നന്നായിട്ടുണ്ടാക 17 രൂപ സമ്മാനം. മുളകൊക്കെ താഴെ പോയോ? ഞാൻ വരണോ? നമ്മളിപ്രാവശ്യം നമ്മുടെ കിങ്ങിണി, തേസേട്ടൻ തന്നെ ഇട്ടിരിക്കുന്നത് കിങ്ങിണി എന്നാണ്. തേസേട്ടൻ്റെ കീയയ്ക്ക് കാർത്തേനിന്നും i20ക്ക് കിങ്ങിണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രാവശ്യം നമ്മളപ്പോൾ ഇതിൽ വന്നു. കിങ്ങിണിയുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. ഇതുവരെ ഇത്രയും ലോങ് പോയിട്ടില്ല. നമ്മൾ കൊച്ചിയിൽ തന്നെ ഹിയർ ആൻഡ് ദർ ഓടിക്കാറേ ഉള്ളൂ അല്ലേ? ഞാൻ വ്ളോഗിൽ സംസാരിക്കുന്നു. എന്ത് ഇത് ബാണ്ടക്കെട്ട് വിചാരിച്ച പോലെ റെഡി ആയിട്ട് അപ്പോഴൊന്നും പോയില്ല. ഫുഡൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതാ റെഡി ആയിട്ട്. ഇപ്പം സമയം 4 മണി. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കില്ല. അപ്പൊ സമയം 4 മണിയായി. പറഞ്ഞു എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ കുറച്ചു നേരം അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ യങ് ഷെൽഡൻ എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ കൊടുത്തിട്ട് അപ്പൊ തന്നെ ഇറങ്ങണം. അമ്പലത്തിക്ക് 1 hour ഉണ്ട്. കണ്ടിയൂർ ശിവക്ഷേത്രം നടുക്ക് നിർത്തി. സോ എന്നിട്ട് നമ്മള് അമ്പലത്തിൽ പോകും. ചേട്ടാ, എന്നോട് കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് i20 N-Line മേടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? i20 N-Line അടിപൊളി വണ്ടിയാണ്. ഗിയർ ബോക്സ് നല്ലതാണ്. DCT ഗിയർ ബോക്സ് നല്ലതാണ്. പോളോ GT ഒക്കെ നിർത്തിയതിൽ ശേഷം ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. മര്യാദക്ക് ഓടിച്ചാൽ മൈലേജ് കിട്ടും, കാലം എടുത്തു പോയാൽ മൈലേജ് കിട്ടില്ല. മൈലേജ് ഞങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് i20 ഇത്രയും ലോങ് നമ്മൾ എടുക്കുന്നത്. ഇതുവരെ കൊച്ചിയുടെ ആ സിറ്റിന്റെ നടുക്ക് കൂടെ ഞങ്ങൾ വട്ടം വെക്കാറാണ് പതിവ്. അപ്പോഴൊക്കെ 8, 9, 10 ഒക്കെ കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് 18 എത്ര കിട്ടി? ലോങ് വന്നപ്പോ 14 കിട്ടി. അല്ലാതെ ഇവിടെയൊക്കെ ഓടുമ്പോ ഒരു 17, 16. അന്ന് 18 കിട്ടി. അന്ന് 18 രാത്രി ട്രാഫിക് ഇല്ലാത്തപ്പോ 18 വരെ കിട്ടി. അതാണ് ഇപ്പൊ മാക്സിമം നമുക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 2 സർവീസ് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ടാവും അല്ലെ? പക്ഷെ ടൗൺ ടു ടൗൺ ഒരു ട്രാഫിക് ഒക്കെ ആണെങ്കിൽ, ടൗണിലും ട്രാഫിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റണ്ണിങ്ങിനൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് മൈലേജ് കിട്ടും. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ത്രെഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഹലോ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഈ എല്ലാരും പറയില്ലേ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. എല്ലാരും ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറയാറില്ല, ചിലർക്ക് അല്ലേ. എനിക്കങ്ങനെ ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അമ്മയുടെ ആന്റിയുടെ രീതികളൊക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ട് അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റായ അങ്ങനത്തെ സംഭവം ദൈവം സഹായിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തേസായിട്ടനും അവിടെ പോകുമ്പോ അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലല്ലോ. കാരണം രണ്ടുപേരും
സിമിലർ തോട്ട്സും ചിന്താഗതികളും പലരും പ്രവർത്തിയാണ്. ഇരിക്കുമ്പോ നമ്മൾ മൂന്നുപേരും, ഞാനും മാളുവിന്റെ അമ്മയോട് ഇരിക്കുമ്പോ പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് എന്റെ അമ്മയാണ്. എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല, എന്നാലും പിന്നെ പോട്ടെ. പിന്നെ കമന്റ് ബോക്സിലല്ലേ എനിക്ക് ഈ നമ്മൾ ഇത്രയധികം മോഡേൺ ആയെന്നൊക്കെ പറഞ്ഞാലും പലരും ഈ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് അടുക്കളയിൽ പോയി ഹെൽപ്പ് ചെയ്യുന്നില്ലേ അതാ ഇതാന്നൊക്കെ ചോദിക്കുമ്പോ ഭയങ്കരമായിട്ടൊരു നമ്മള് അല്ലേ ഇവിടെ എന്താണ് എല്ലാരും സ്ത്രീ ശാക്തീകരണം സന്തുലിതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് സ്ത്രീകള് തന്നെ സ്ത്രീകളെ നിങ്ങെന്താ അടുക്കളയിൽ കയറാത്ത അല്ലെങ്കിൽ മറ്റെന്താ അങ്ങനെ ചെയ്യാത്ത, അത് അല്ലേ ഒരു എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു ഐറണി ആയിട്ട് തോന്നുന്നുണ്ട്. അത് ഇപ്പൊ എന്താ പറയാ, എനിക്കറിയില്ല, എനിക്കതിന് നോ കമന്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടില് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്താ ഒരു അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇപ്പൊ ഞാനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് ചിലർക്ക് അല്ലേ ഇപ്പം ജോലി ചെയ്യുന്നത്, ഇപ്പൊ വേറൊരാൾ ഇന്റർഫിയർ ചെയ്യുന്നത്. അപ്പൊ ഓരോ വീട്ടിലെ ഓരോ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഇവരൊക്കെ എന്താ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവര് നിർബന്ധിച്ച് പിടിച്ച അടുക്കള കയറ്റും അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ. കുറച്ച് സീരിയസ് രോക്ഷാകുലനാവുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, ജോലി ചെയ്യുന്നത് മാത്രമല്ലല്ലോ ഒരു അല്ലേ ഒരു മരുമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉള്ള അവരുടെ കടമ. അതൊരു ഭാഗ്യല്ലേ, എനിക്ക് പണിയെടുക്കണ്ടല്ലോ, നല്ല കാര്യല്ലേ. അത് അവിടെ ആയാലും അമ്മ അങ്ങനെ തന്നെയാണ്. അമ്മ അടുക്കളയിൽ കയറുമ്പോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ ആരും അമ്മയ്ക്ക് പാത്രം കഴുകി കൊടുത്താലൊക്കെ സന്തോഷമാണ്. പക്ഷെ അല്ലാതെ അമ്മയുടെ കുക്കിങ്ങിൽ അതിലൊന്നും ഇടപെടുന്ന അമ്മയ്ക്ക് അത്ര താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ആന്റി അങ്ങനെ ആന്റിയുടെ രീതിയിലുള്ള കുക്കിംഗ് സ്റ്റൈലാണ്. പിന്നെ ആന്റിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആന്റി എന്നോട് പറയുന്നത് എന്താ അറിയോ, ഇതൊക്കെ ഇനി ഒരാള് വരും, അപ്പൊ എനിക്ക് എന്തായാലും പണിയെടുക്കേണ്ടി വരും. അപ്പൊ അതുവരെ സുഖിച്ചോളാനാണ് അമ്മമാര് പറയുന്നത്. തേസേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലല്ല, ഞാൻ ഇവിടെ എപ്പോ വീഡിയോ ചെയ്താലും എനിക്ക് അപ്പ കമന്റ് വരും, ഒരു പണിയും ചെയ്യാണ്ട് കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരുന്നോളാം. അങ്ങനത്തെ കുറച്ച് കമന്റ്സ് കണ്ടിട്ട് തേസേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് പറഞ്ഞത്. സോ ഇവിടുത്തെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. അത് ഞാൻ രക്ഷപ്പെട്ടു. കിട്ടുന്ന സമയം എൻജോയ് ചെയ്യാം. അപ്പൊ ഇവരിതൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അറിയാം, അതാണ്. പിന്നെ ഞാന് അനങ്ങാണ്ടിരിക്കല്ല, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അത് എന്തോ നമ്മളൊരു സീരിയസ് ടോപ്പിക്കിലേക്ക് പോയി. ഇനി നമുക്ക് സാധനം മേടിച്ചിട്ട് വേഗം പോയി അമ്പലത്തിൽ പോകണം. നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് മഴ വന്നാൽ ടാസ്ക് ആവുമോ? ഇവിടെ ഉണ്ടോ ഓറഞ്ച് അലേർട്ടോ യെല്ലോ അലേർട്ടോ എന്തെങ്കിലും? ഭരണിക്കാവ്. സോറി, വെയിറ്റ് എടുക്കാൻ എനിക്ക് പറ്റില്ല. ചേച്ചി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ക്യാമറ കണ്ടപ്പോൾ മറ്റേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ തമ്മിലുള്ള അല്ല എന്തായാലും പറയാ ടെലിപ്പതിയോ ഇത് അടുത്ത കരിങ്കാളൻ കരിങ്കീരിയല്ലേ. നോക്കട്ടെ എങ്ങനെ നിങ്ങളാ മഴയത്ത് നിന്ന് കമ്പനി അടിക്കാണ്ട് ഇങ്ങോട്ട് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് കള്ളു കുടിക്കുക, ക്ഷീണം മാറ്റാൻ എനിക്കത്ര ശീലമില്ല. ഓ എളിമ. നിങ്ങളാ മഴയത്ത് നിന്ന് മാറിയെന്ന് എനിക്കും മാറി. ഞാൻ ഓൾറെഡി കുറച്ച് കുടിച്ചു. സ്റ്റെപ്പ് എനിക്കിവിടെ പറഞ്ഞ അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാൻ സെറ്റായി. ചേച്ചി ഉണ്ട്, ആന്റി ഉണ്ട്, തേജസ്സേട്ടനുണ്ട്.
നമ്മളെവിടെ പോന്നു? അമ്പലത്തിൽ. അപ്പൊ അത് ആലപ്പുഴ ജില്ല അല്ലേ? So we are going to Alapi district. നല്ല ഭംഗി സ്കൈ. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയെത്തി. തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് തോന്നും. വലിയ അമ്പലല്ലേ? നോക്കി ഇറങ്ങണേ. ഭയങ്കര വലിയ അമ്പലം. ചെട്ടിക്കുളങ്ങര അമ്പലത്തിലും തൊഴുതു, ദേവി ടെമ്പിളും. ഇവിടെ എത്തുമെന്ന് വിചാരിച്ചില്ല നട കറക്റ്റ് സമയത്ത്. പക്ഷെ കറക്റ്റ് സമയത്ത് നമുക്ക് നട തുറന്നിട്ട് തന്നെ കാണാൻ പറ്റില്ല. ഇതിപ്പോ കുട്ടിയും എന്തായാലും നന്നായി തൊഴുതു. ഇങ്ങനെ 3 അമ്പലങ്ങളിൽ തൊഴുതു. ഇനി നമ്മളെന്താ പരിപാടി? ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവാ. ഞങ്ങൾക്കൊരു ചേട്ടൻ പായസവും കൊണ്ട് തന്നതുകൊണ്ട് പായസവും അടയുണ്ടല്ലേ? എന്തായാലും എന്റെ കൈ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിക്കാൻ വന്നു. ഇങ്ങോട്ടേക്ക് മാളൂനിപ്പോ ഒരു ആന്ധ്രാപ്രദേശിലേക്കല്ലേ? പ്രത്യക്ഷത്തിലെ വിഘടനവാദികളും പ്രതിക്രിയവാദികളും തമ്മില് പ്രത്യക്ഷത്തിൽ അവർ തമ്മില് അകൽച്ച ഉണ്ടെന്ന് തോന്നിയാല് അവർക്കിടയിലുള്ള അന്തർധാര സജീവമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. അവർക്കിടയിൽ അന്തർധാര സജീവമാണ്. ചേച്ചി ഇവിടുന്ന് ചേച്ചിന്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകുന്നു. ഞങ്ങൾ പുറകെ എസ്കോർട്ടിന് പോകുന്നു. ഓക്കെ, അപ്പൊ ബൈ. തിരിച്ച് വീട്ടിലെത്തി. പ്രസാദമൊക്കെ ഇതിലാക്കി വെച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇനിയിപ്പോൾ മേലെ എഴുകിയിട്ട് കിടന്നുറങ്ങുകയാണ്. ഇന്ന് പഠിക്കണ്ടോ? കിടക്കല്ലേ? നല്ല ക്ഷീണമായി. 3 അമ്പലത്തിൽ പോയി. ഈ നമുക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞ ഒരു ക്ഷീണമല്ലേ? എന്താണ്? അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അത്യാവശ്യം കുനിഞ്ഞ് നിൽക്കണല്ലേ എൻ്റെ ഹൈറ്റിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ.